അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അവതാർ പെറ്റ് നമുക്ക് ഗ്രോ ടാങ്കിലേക്ക് ന്യൂട്രീഷനൊക്കെ കുറച്ച് ഈസി ആകാൻ വേണ്ടി കുറച്ചധികം കിട്ടാനായിട്ട് നമ്മൾ ഗ്രോ ടാങ്കിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ഭാഗമാണിത്. നമ്മളപ്പോൾ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇടാൻ കാരണം നമ്മൾ കുറച്ച് സ്പേസും കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടീഷനൊക്കെ നന്നായി കഴിഞ്ഞാൽ നമ്മൾ പീറ്റ ഫിഷിൻ്റെ ചേഞ്ചാണത് ഫുള്ള് മ്യൂട്ടേഷൻ കുറച്ച് നല്ല ഭംഗിയായിട്ട് നടക്കും. അതുകൂടാതെ കുറച്ച് ഫിഷസാണ് ന്യൂട്രീഷനായി കിട്ടുന്നത്. ഇത് കുറച്ചധികം ഫിഷുകൾ കിട്ടാൻ വേണ്ടി സഹായിക്കും. മാർബിൾ ജീനായിട്ടുള്ള ഫിഷുകളെല്ലാത്തിൻ്റെയും സ്ഥിതി ഇങ്ങനെയാണ്. ഞാൻ ഗാലക്സിയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ് തന്നെ ഫോളോ അപ്പ് ചെയ്യണത്. അതിന് ഭയങ്കര ഉപകാരം മറ്റുള്ള സാധനമാണ് ഈ തല്ലിത്തേങ്ങയുടെ ബദാം ലീഫിൻ്റെ ഇല. ഭയങ്കര ഉപകാരമായിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാം. നമ്മളും ഇതുപോലെ തന്നെയാണ് ചെയ്യണത്. ബദാം ലീഫിൻ്റെ ഇലയും വാഴയിലയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. സാധാ ഇൻഫോസൂര്യ കിട്ടാനായിട്ടാണ് ചെയ്യണത്. എങ്കിലും ഇൻഫോസൂര്യൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതിൽ നിന്നുള്ള ടാൻ കണ്ടൻറ്റ് അങ്ങനെയൊക്കെ കുറച്ച് കളർ ചേഞ്ച് കിട്ടാനുള്ള കുറച്ച് നല്ല നല്ല സാധനങ്ങൾ ഇതിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇലകളൊക്കെ ഇടുന്നത്. വെള്ളത്തിൻ്റെ കണ്ടീഷനും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാലേ നല്ല രീതിയിൽ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് സാൾട്ടാണ്, എന്തെങ്കിലും ബാക്ടീരിയ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് സാൾട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഡ്രൈ ലീവ്സൊക്കെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഉണങ്ങിയ ഇലയായിരിക്കണം. ചെറിയൊരു പച്ചപ്പുണ്ടെങ്കിൽ പോലും വെള്ളത്തിൻ്റെ കണ്ടീഷൻ ചീത്തയാവും, മീനൊക്കെ ഡെഡാവാനും സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് ഫിഷിനെടുക്കുക. ഇതാണ് നമുക്ക് 2.5 മാസം പ്രായമുള്ള അവതാറിൻ്റെ ബേറ്റാസാണ്. ഇത് അത്യാവശ്യം ഇനിയും ഗ്രോ ആവാനുണ്ട്. എന്തായാലും ഒരു 100-150 പീസുണ്ട്. അത്യാവശ്യം എല്ലാം ഓരോ സൈസിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ചിലതൊക്കെ ഫുള്ള് ബ്ലാക്കായിട്ട് മാറിയിട്ടുണ്ട്, ചില പീസൊക്കെ ഇനി മാവണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇനി അടുത്ത ടാങ്കിലേക്ക് നമ്മൾ ഇതിനെ ആഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണേണ്. ഇതിൽ എന്തായാലും നല്ലൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യണത്, നമുക്കറിയാം. ഇത് പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, സിമെൻറ്റ് ടാങ്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. സിമെൻറ്റ് ടാങ്കിൽ ഭയങ്കര നല്ല എന്താ പറയുക, ഈ മരണസംഖ്യ, അതായത് ഈ ചത്തുപോലൊക്കെ കുറവാണ് കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഗ്രോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതിനെ പതുക്കെ ഇതിലേക്ക് ഇറക്കി വിട്ട് ഇതെന്തായാലും ഇനി ഒരു 1 മന്തിനൊക്കെയുള്ളിൽ പതുക്കെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. ഇപ്പോഴേ 1-2 ഫുള്ള് ബ്ലാക്കായി ചെറിയ ഡോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു 1 മന്തിനുള്ളിൽ നമുക്ക് ഇത് സെയിൽ ചെയ്യാനുള്ള പരിവ് പോകും. അത്യാവശ്യം നമുക്കിത് സെയിലും ചെയ്യാനുള്ള ഇതുണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുക, എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക.